ഇന്ന് നമ്മൾ പഴവങ്ങാടിയുടെ മുന്നിലെ വഴിക്കച്ചവട കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഉത്രാടപ്പാച്ചിലിലെ യാത്രകളിൽ നമുക്ക് ഏറ്റവും കൗതുകമുണർത്തുന്നതും കിഴക്കേക്കോട്ടയിലെ വിപണിയാണ്. വിപണിയിൽ വലിയ തിരക്കാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് സുനിഷ അയ്യല്ലൂരും അഞ്ജന അനിൽകുമാറും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ സുനിഷ അയ്യല്ലൂർ, അഞ്ജന അനിൽകുമാർ. അഞ്ജന, ബോളി പായസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ്. അടിപൊളിയായിരുന്നു. ആണല്ലേ? ഓക്കെ, മലയാളി ആദ്യമായിട്ടാണ് ബോളി കഴിക്കുന്നത്. ആവേശം വൈക്കത്തിൽ നിന്ന് വന്ന് ബോളിയോടുള്ളൊരു മൽപ്പിടുത്തം കണ്ടപ്പോൾ തോന്നി ആദ്യമായിട്ടാണ് ബോളി കഴിക്കുന്നതെന്ന്. എങ്കിലും കൊള്ളാമായിരുന്നു. എല്ലാ പ്രേക്ഷകരും അന്വേഷിച്ചു വരുന്നു ഈ ബോളി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ പറയട്ടെ, എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങൾ കിഴക്കേക്കോട്ടയിൽ നിൽക്കുമ്പോൾ? അതെ, കിഴക്കേക്കോട്ടയിൽ ഉത്രാടപ്പാച്ചിലിന്റെ ആവേശം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഫീൽഡിൽ നിന്ന് കാണാനുള്ളൊരു അനുഭവം ഉണ്ടാവുന്നത്. രാവിലെ സുനിഷ സജീവമായി നമ്മുടെ ചാല മാർക്കറ്റിലും എല്ലായിടത്തും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൂവിപണിയായിരുന്നു നമ്മൾ രാവിലെ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്ക് വസ്ത്രമേഖലയിലേക്കൊന്ന് പോകാം അല്ലേ? ഓണം പ്രമാണിച്ച് കുറേ ഫാഷനൊക്കെ വസ്ത്ര വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് സുനിഷ? ഈ നമ്മളെ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഈ കിഴക്കേക്കോട്ടയിൽ ഇപ്പാണ് കറക്റ്റ് ഉത്രാടപ്പാച്ചിലായിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു ഇത്രയൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കൃത്യമായി ഉത്രാടപ്പാച്ചിലായെന്ന് പറയാം. ഓരോരുത്തരും ഓരോന്നെടുക്കുക ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ തിരക്ക് എന്തായാലും വന്നിട്ടുണ്ട്. അത് വസ്ത്രത്തിലായാലും ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ അഞ്ജന പറഞ്ഞ ബോളിക്കട, ആ ബോളിക്കടയിൽ ഇപ്പോൾ ബീവറേജസിന് മുന്നിലുള്ള ക്യൂവിനേക്കാൾ വലിയൊരു ക്യൂ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. അത്രയധികം ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉത്രാടപ്പാച്ചിലേക്ക് നഗരം മാറിക്കഴിഞ്ഞു. ഇനിയൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പക്ക ഒരു ഉത്രാടപ്പാച്ചിൽ തന്നെ നടക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ പറയുന്നത് പോലെയാണ് അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രമാണ് നിലവിലെ വിപണിയിൽ ഇങ്ങനെ പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ്. അഞ്ജന, എങ്ങനെ തോന്നുന്നു? ഈ വസ്ത്രത്തിലേക്ക് നല്ല തിരക്കാണ്. അതെ, ഒരുപാട് ഓണം പ്രമാണിച്ച് കുറേ ഫാഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ സെറ്റ് സാരി, സെറ്റ് മുണ്ടും അല്ലാണ്ട് ഈ സെറ്റിന്റെ അതേ ഡിസൈനിലുള്ള കുർത്ത, ഫ്രോക്ക്, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇവിടെ ആകർഷിക്കുന്ന രീതിയിലായിട്ട് തോന്നിയത്. ആളുകളും അതിനോട് ഭയങ്കരമായിട്ടേ കൂടുതൽ പേര് നമുക്ക് ഈ ഇറങ്ങി വരുന്ന ആളുകളോട് ചോദിക്കുന്നതായിരിക്കും. കാരണം ഇവരെല്ലാം വസ്ത്രമൊക്കെ എടുത്ത് നല്ല സെലക്ഷനൊക്കെ നോക്കി വരുന്നതായിരിക്കുമല്ലോ. എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ട്? കൊള്ളാം. എടുത്തോ? ഫാഷൻ എങ്ങനെയുണ്ട്? ട്രെൻഡി ടൈപ്പ് എടുത്തു സാരിയൊക്കെ മുന്നേ എടുത്ത്. ഉത്രാടമാണ്, ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണോ? അതിന്റെ തിരക്കുണ്ട്. ഇല്ല, കുറച്ചുകൂടെ ഷോപ്പ് ചെയ്യണം. നാളത്തെ സദ്യയുടെ ആണോ? എന്താ? സദ്യയും ഡ്രസ്സിന്റെ കുറച്ച് ഓരോരുത്തരായി സദ്യ, ഡ്രസ്സ്, അങ്ങനെ ഓരോ വിഭാഗമുള്ള ഈ കിഴക്കേക്കോട്ടയിൽ വന്ന ഒരു ചേച്ചിയെ ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തു. നാളെ തിരുവോണത്തിന് ഇടാനുള്ള ഡ്രസ്സാണ്. മക്കൾക്ക്, ചെറുമക്കൾക്ക്, മോക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും. ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ സദ്യവട്ടങ്ങളൊക്കെ നാളത്തെ തിരുവോണത്തിന്റെ സദ്യവട്ടങ്ങൾക്ക് വാങ്ങി? അതെല്ലാം വാങ്ങി. പിന്നെ ലാസ്റ്റ് കുറച്ച് വാങ്ങണമായിരുന്നു, അതുകൊണ്ട് ഇന്ന് വന്നത്. ഉത്രാടപ്പാച്ചിൽ നമ്മളായിട്ട് ഇല്ലാണ്ടാകുന്നുണ്ട്. ഒരു ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞു. ഇനി ഉണ്ട്. ഇനി അങ്ങോട്ട് വാങ്ങി പോകണം. ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ഓരോ കടയിൽ ഇതുപോലെ പാഞ്ഞ് ഓടുകയാണ്. നല്ല തിരക്കാണ് ഈ കിഴക്കേക്കോട്ടയിൽ പറഞ്ഞാൽ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും, ഈ പറഞ്ഞതുപോലെ അഞ്ജന പറഞ്ഞത് ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സിന്റെ ഭാഗം, വേറെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അടുത്തടുത്തായതുകൊണ്ട് എല്ലാം ഒറ്റ പായലിൽ എല്ലാം നടക്കുന്നു പറഞ്ഞതുപോലെയാണ്. നമുക്ക് സെറ്റിന്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയാൽ നന്നാവും തോന്നുന്നു. പല ടൈപ്പ് കാര്യമുള്ള സെറ്റൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കും കുറച്ച് നല്ലൊരു കാഴ്ചയായിരിക്കും. എനിക്കൊന്ന് പുതിയ ട്രെൻഡി വസ്ത്രങ്ങളാണ് അല്ലേ ഇപ്പോ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. സുനിഷ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു ട്രെൻഡി ഡ്രസ്സായിട്ടാണ് തോന്നുന്നത്. സുനിഷ കിഴക്കേക്കോട്ടയിൽ നിന്നാണോ തുണിയെടുത്തത്? എല്ലാവരും ഞാൻ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏതായാലും ഇനി എടുക്കുക. ഈ ഉത്രാടപ്പാച്ചിലിനൊരു തിരക്ക് കഴിഞ്ഞിട്ട് ഇനി ഇവിടെയൊക്കെ നല്ല ട്രെൻഡി ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അഞ്ജനയും തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യമായിട്ടുള്ള ഓണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു പൂരാടപ്പാച്ചിൽ നടത്തിയായിരുന്നു. ഇനിയൊരു ഉത്രാടപ്പാച്ചിലേക്ക് കൂടി കടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഞങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തിരക്കും ഈ മഞ്ഞക്കോടി ഇതിനൊക്കെ നേരത്തെ റീനു ചേട്ടൻ ഈ മഞ്ഞക്കൊടിയുടെ ഇതൊക്കെ കാണിച്ചല്ലോ. അതുപോലെ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഇതേ രീതിയിൽ വിപണി അങ്ങ് സജീവമായി നിൽക്കുകയാണ്. ഉത്രാടപ്പാച്ചിൽ നേരത്തെ പൂവിപണിയായിരുന്നു. പൂവൊക്കെ എല്ലാവരും ഏകദേശം
ഇന്നത്തേക്കുള്ള പൂവൊക്കെ രാവിലെ തന്നെ വാങ്ങിക്കഴിഞ്ഞു. ഇനി നാളത്തേക്കുള്ള തിരുവോണത്തിനുള്ള പൂക്കളാണ്. അത് ഏകദേശം വൈകുന്നേരമൊക്കെ ആവും. ഇനിയിപ്പോൾ വസ്ത്രവിപണിയാണ് അങ്ങ് കൈയടക്കിയിരിക്കുന്നത്. പല രീതിയിലുള്ള വസ്ത്രങ്ങൾ, സെറ്റ്, ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ വേണോ, ഇനിയിപ്പോൾ മോഡേൺ വേണോ, ഏത് തരത്തിൽ വേണമെങ്കിലും ആ തരത്തിലുള്ള എല്ലാ വസ്ത്രങ്ങളും ഉണ്ട്. അമ്മ, ഓണം എങ്ങനെയുണ്ട്? ഉടുപ്പൊക്കെ വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല, പൈസ ഇല്ല. ഓണത്തിന് സദ്യയൊക്കെ വെക്കണ്ടേ? നേരത്തെ വന്ന് ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായിട്ട് വന്നതാണോ? അല്ല, ഞാൻ ചുമ്മാ വരുന്നത്. നല്ല തിരക്കാണല്ലേ? എപ്പോഴും ഉത്രാടത്തിന് ഇങ്ങനെയാണോ? ആണല്ലേ. എങ്ങനെയാ ഓണമൊക്കെ എങ്ങനെയാ? ഓണം എല്ലാരും ഈ പറഞ്ഞതുപോലെ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി സാധനം എടുക്കാൻ വരുന്നവരും ഉണ്ട്, ഈ ഉത്രാടപ്പാച്ചിൽ കാണാൻ വരുന്നവരും ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ നേരത്തേക്ക് വന്നപ്പോൾ ഒരു സാധനവും വാങ്ങാനില്ല, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കുറച്ച് ആളുകളുണ്ട്. അമ്മ കാണാൻ വന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദൈന്യതയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവര് കച്ചവടം ചെയ്യുന്നവരല്ലെങ്കിൽ അമ്മയോട് ചോദിക്കൂ, തുണിയൊക്കെ എടുത്തോ, മക്കളൊക്കെ എവിടെയാണ് എന്ന് നമുക്കൊന്ന് ചോദിക്കൂ. ഈ ഓണ ദിവസം ആരും അങ്ങനെ സങ്കടപ്പെട്ടു പോകുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല സുനിഷ. എന്നാലും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആരായൂ. എവിടെയാണ് അമ്മയുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഉണ്ടെങ്കിലും എന്നാൽ സന്തോഷം അത്ര തെളിഞ്ഞിട്ടില്ല എന്ന് പ്രേക്ഷകർക്കും കാണാം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ചാലക്കമ്പോളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ ചാലക്കമ്പോളത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശരിക്കും ഉത്രാടപ്പാച്ചിൽ 3 മണിക്ക് ശേഷം ഇത് കിഴക്കേക്കോട്ടയാണ് കേട്ടോ. കിഴക്കേക്കോട്ട, ചാലക്കമ്പോളം, കോട്ട, ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് പഴവങ്ങാടി അമ്പലത്തിൻ്റെ പുറവിലാണ്. അവിടെ നമ്മൾ പരസ്യത്തിൻ്റെ മാർക്കറ്റിംഗുകാർ പിടിക്കത്തില്ലെങ്കിൽ ഒരു കടയുടെ പേര് ഞാൻ പറയാം. രാമേന്ദ്രൻ നായർ എന്ന് പറയുന്നൊരു കടയുണ്ട്. ആ കടയുടെ മുൻവശത്താണ് ഈ തിരക്ക് മുഴുവൻ. ആ തിരക്കിലാണ് ഇപ്പോൾ വലിയ ആളുകളുള്ളത്. പക്ഷേ ആ കടയിൽ മാത്രമല്ല, അതിന് തൊട്ട് മുമ്പുള്ള കടകളുണ്ട്. ആ കടകളുടെ അവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടും. അവിടെയാണ് ഈ തിരക്ക് വരുന്നത്. മാത്രമല്ല, നമ്മൾ ഈ വലിയ കടകളിലൊക്കെ പോയി തുണി എടുത്തിട്ട് വന്ന് കഴിയുമ്പോഴാണ് അയ്യോ അമ്മായിയുടെ മോന് കൊടുക്കാൻ വിട്ടുപോയി എന്ന് നമ്മൾ പറയും, അല്ലേ? അല്ലെങ്കിൽ അയ്യോ ആ ചേച്ചിക്ക് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് മതി, പരാതിയാവും എന്ന് നമ്മൾ പറഞ്ഞിട്ട് അവസാന നിമിഷത്തെ ഒരു പാച്ചിലുണ്ടല്ലോ, അതാണ് ആ ചേച്ചി പറഞ്ഞതുപോലെ. എല്ലാം എടുത്തു, വീട്ടിൽ പോയി എണ്ണ നോക്കിയപ്പോൾ 2-3 പേരുടെ കാര്യത്തിൽ കുറവുണ്ട്, അത് കൊടുക്കാതിരുന്നാൽ മതി, കുടുംബകലഹം ഉറപ്പാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള അവസാനത്തെ വട്ട ഓട്ടത്തിലാണ് ഇപ്പോൾ ഉത്രാടത്തിൻ്റെ കാഴ്ചകൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.